നമസ്കാരം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഭരണ പ്രതിപക്ഷ അസ്വാരസ്യങ്ങളുടെയും കടുത്ത രാഷ്ട്രീയ വാക്പോരുകളുടെയും ഒക്കെ തന്നെ മറ്റൊരു അധ്യായം കൂടി തുറന്നുകൊണ്ട് കഴിഞ്ഞ ദിവസത്തെ സഭാ നടപടികൾ പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഭരണം മാറിയ പശ്ചാത്തലത്തിൽ സഭയ്ക്കുള്ളിലെ ജനാധിപത്യപരമായിട്ടുള്ള സംവാദങ്ങൾക്ക് പകരം വ്യക്തിപരമായ അധിക്ഷേപങ്ങളും മുൻകാല രാഷ്ട്രീയ പ്രസ്താവനകളെ ചൊല്ലിയുള്ള തർക്കങ്ങളുമാണ് സഭയെ പ്രക്ഷുബ്ധമാക്കിയത്. വനം വന്യജീവി വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിനെ ലക്ഷ്യമിട്ടുകൊണ്ട് മുൻപ് പൊതുവേദികളിൽ ഉയർന്ന ചില വിവാദ പരാമർശങ്ങൾ മന്ത്രി തന്നെ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് തർക്കങ്ങളുടെയൊക്കെ തന്നെ തുടക്കം. ജനപ്രതിനിധികളുടെയൊക്കെ തന്നെ അന്തസ്സിന് നിരക്കാത്ത ഇത്തരം അധിക്ഷേപങ്ങൾ സഭയിൽ ചർച്ചയാക്കേണ്ടതുണ്ടെന്ന നിലപാടിലായിരുന്നു പുതിയ ഭരണപക്ഷം. മന്ത്രി ഷിബു ബേബി ജോണിനെതിരെ പ്രതിപക്ഷത്തെ മുതിർന്ന നേതാവായിട്ടുള്ള എം മണി മുൻപ് നടത്തിയ കടപ്പുറത്തുകാർ വിവരം കെട്ടവരാണ് എന്ന തരത്തിലുള്ള രാഷ്ട്രീയ പ്രസംഗത്തെയാണ് മന്ത്രി സഭയിൽ ശക്തമായി ചോദ്യം ചെയ്തത്. ഒരു പ്രത്യേക ജനവിഭാഗത്തെയും തീരദേശവാസികളെയും അടച്ചാക്ഷേപിക്കുന്ന ഇത്തരം നിലപാടുകൾ ജനാധിപത്യ സംസ്കാരത്തിന് വലിയ തിരിച്ചടിയാണെന്നും ഭരണപക്ഷം വാദിച്ചു. സഭയിലെ ഒരംഗത്തെ വ്യക്തിപരമായിട്ട് ഹനിക്കുന്ന ഇത്തരം വാക്കുകൾ ഉപയോഗിച്ച നേതാവിനെതിരെയും അതിനെ മൗനമായിട്ട് പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ ശൈലിക്കെതിരെയും കടുത്ത അമർഷമാണ് ഭരണപക്ഷ നിലയിൽ നിന്നും ഉയർന്നു വന്നത്. ഇത് സഭയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള ചർച്ചകൾക്കും ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിലുള്ള കടുത്ത വാക്പോരുകൾക്കും വഴി തുറന്നു. മന്ത്രിയുടെ പ്രസംഗം സഭയിൽ പുരോഗമിക്കുന്നതിനിടെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ശക്തമായ പ്രതിരോധവുമായിട്ട് മുൻ ധനകാര്യമന്ത്രിയും മുതിർന്ന നേതാവുമായിട്ടുള്ള കെ എൻ ബാലഗോപാൽ രംഗത്തെത്തുകയായിരുന്നു. സഭയ്ക്ക് പുറത്ത് നടക്കുന്ന രാഷ്ട്രീയ പ്രസ്താവനകളും വ്യക്തിപരമായിട്ടുള്ള ആരോപണങ്ങളും നിയമസഭയ്ക്കുള്ളിലേക്ക് വലിച്ചിഴച്ച് സഭയുടെ വിലപ്പെട്ട സമയം കളയരുതെന്ന് അദ്ദേഹം ക്രമപ്രശ്നത്തിലൂടെ ആവശ്യപ്പെട്ടു. ഇത്തരം അപ്രധാനമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് സഭാ കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നും പ്രതിപക്ഷം വാദിക്കുകയുണ്ടായി. എന്നാൽ ഈ സമയം അത്രയും പ്രതിപക്ഷ നിരയിലെ പ്രധാന നേതാവായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സഭയിൽ പുലർത്തിയ മൗനം ഭരണപക്ഷത്തിൽ നിന്നും പ്രതിപക്ഷ നിരയിൽ നിന്നും ഒരേപോലെ ശ്രദ്ധിക്കപ്പെട്ടു. സ്വന്തം മുന്നണിയിലെ അസ്വാരസ്യങ്ങളും അതോടൊപ്പം തന്നെ പാർട്ടിയിലെ ആഭ്യന്തര സമ്മർദ്ദങ്ങളും കാരണം മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള നേതാവ് നിസ്സഹായനായിട്ട് ഇരിക്കുകയാണെന്ന തരത്തിലുള്ള രാഷ്ട്രീയ പരിഹാസങ്ങളും ഇതിനിടയിൽ സഭയിൽ ഉയരുകയുണ്ടായി. തുടർന്ന് പ്രതിപക്ഷ നിരയിൽ നിന്നുണ്ടായ കടുത്ത സമ്മർദ്ദങ്ങൾക്കൊടുവിലാണ് സഭാ നടപടികളോട് സഹകരിക്കാനായിട്ട് സാധിക്കില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ട് പിണറായി വിജയൻ്റെയും മറ്റ് മുതിർന്ന നേതാക്കളുടെയും ഒക്കെ തന്നെ നേതൃത്വത്തിൽ പ്രതിപക്ഷം സഭാ ബഹിഷ്കരണം പ്രഖ്യാപിക്കുന്നു. പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് സഭയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങിയതോടെ വാഗ്വാദം അതിൻ്റെ പരകോടിയിലെത്തി. ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചകളിൽ നിന്ന് ഒളിച്ചോടാനുള്ള പ്രതിപക്ഷത്തിൻ്റെ സ്ഥിരം അടവ് നയമാണ് ഈ ബഹിഷ്കരണമെന്ന് ഭരണപക്ഷം ആരോപിച്ചു. മുൻപ് ആരോഗ്യപരമായ കാരണങ്ങളാൽ ലിഫ്റ്റ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചിരുന്ന നേതാക്കൾ പോലും സഭ ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് മിനിറ്റുകൾക്കകം പടികൾ ചാടിയിറങ്ങുന്ന കൗതുകകരമായിട്ടുള്ള കാഴ്ചയാണ് സഭയിൽ കണ്ടതെന്ന് ഭരണപക്ഷ അംഗങ്ങളൊക്കെ തന്നെ പരിഹസിക്കുകയുണ്ടായി. കൃത്യമായ മറുപടികൾ ഇല്ലാതെ വരുമ്പോൾ ബഹിഷ്കരണ രാഷ്ട്രീയത്തെ അഭയം പ്രാപിക്കുന്നത് പ്രതിപക്ഷത്തിൻ്റെ ബലഹീനതയാണ് ഇവിടെ കാണുന്നതെന്നും വിമർശനമുയർന്നു. സഭയിലെ തുടർച്ചയായിട്ടുള്ള ബഹിഷ്കരണങ്ങൾക്കെതിരെ സഭയ്ക്കുള്ളിലും പൊതുസമൂഹത്തിലും ഇപ്പോൾ കടുത്ത പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന നിയമസഭയിൽ ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് പകരമായിട്ട് വെറും രാഷ്ട്രീയ വാശി തീർക്കാൻ വേണ്ടിയിട്ട് സഭ തടസ്സപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് ഭരണപക്ഷ നേതാക്കൾ കുറ്റപ്പെടുത്തി. കവലകളിൽ മൈക്ക് കെട്ടി പ്രസംഗിക്കുന്ന നിലവാരത്തിലുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തി നിയമസഭയുടെ അന്തസ്സ് കെടുത്തരുതെന്നും സഭ ബഹിഷ്കരിക്കുന്ന ദിവസങ്ങളിൽ അംഗങ്ങൾക്ക് നൽകുന്ന ആനുകൂല്യങ്ങളും പടിയും റദ്ദാക്കാൻ ആവശ്യമായിട്ടുള്ള നിയമനിർമ്മാണം നടത്തണമെന്നുമുള്ള ആവശ്യവും സഭയിൽ ശക്തമായി ഉന്നയിക്കപ്പെട്ടു. ഭരണപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മറുപടി പറയാനായിട്ട് പ്രതിപക്ഷ നേതൃത്വത്തിന് സാധിക്കാത്തത് കൂടെയുള്ള ജൂനിയർ അംഗങ്ങൾക്കിടയിൽ പോലും അതൃപ്തിക്ക് കാരണമാകുന്നുണ്ടെന്ന നിരീക്ഷണവും ഇതോടൊപ്പം ഉണ്ടായി. സഭയിലെ രാഷ്ട്രീയ തർക്കങ്ങൾ പിന്നീട് സംസ്ഥാനത്തെ മദ്യനയത്തെക്കുറിച്ചുള്ള കടുത്ത ആരോപണ പ്രത്യാരോപണങ്ങളിലേക്കും വഴിമാറുകയായിരുന്നു. മുൻപ് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സംസ്ഥാന നിലവിലുണ്ടായിരുന്ന ബാറുകളുടെ എണ്ണം വളരെ കുറവായിരുന്നെങ്കിൽ പദവി ഒഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ നൂറുകണക്കിന് ബാറുകൾ അനുവദിച്ച് സംസ്ഥാനത്ത് മദ്യമൊഴുക്കാനാണ് അന്നത്തെ ഭരണാധികാരികളൊക്കെ തന്നെ ശ്രമിച്ചതെന്ന് ഇന്നത്തെ ഭരണപക്ഷം കുറ്റപ്പെടുത്തി. മരച്ചീനി, മരത്തൊലി, മാങ്ങാണ്ടി തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്നും വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുമെന്ന പഴയ താത്വിക പ്രഖ്യാപനങ്ങളെ ഭരണപക്ഷം രൂക്ഷമായ ഭാഷയിൽ പരിഹസിച്ചു. മദ്യവിഭവത്തിലൂടെയുള്ള വരുമാനം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചിരുന്ന പ്രതിപക്ഷത്തിന് പുതിയ സർക്കാരിൻ്റെ സുതാര്യമായ മദ്യനയത്തെ വിമർശിക്കാൻ യാതൊരുവിധ ധാർമ്മിക അവകാശവുമില്ലെന്നും ഭരണപക്ഷ അംഗങ്ങൾ സഭയിൽ തുറന്നടിച്ചു. അടിയന്തര പ്രമേയ ചർച്ചകളിൽ മറ്റുമൊക്കെയായിട്ട് മുൻകാലങ്ങളിൽ നടന്ന സഭാ നടപടികളുടെയൊക്കെ തന്നെ റെക്കോർഡുകൾ നിരത്തി മുഖ്യമന്ത്രി വി ഡി സതീശനും ഭരണപക്ഷവും പ്രതിപക്ഷത്തിന് കൃത്യമായ മറുപടി നൽകാനായിട്ട് ശ്രമിച്ചതോടെ പ്രതിപക്ഷത്തിൻ്റെ ആഭ്യന്തര തർക്കങ്ങൾ സഭയിൽ വീണ്ടും ചർച്ചയായി മാറി. സ്വന്തം കുടുംബാംഗങ്ങൾക്കെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം നടക്കുന്ന പ്രതിപക്ഷ നേതാക്കളുടെ മാനസികാവസ്ഥയെക്കുറിച്ചും ഭരണപക്ഷം രാഷ്ട്രീയമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു. സ്വന്തം മണ്ഡലങ്ങളിൽ നിന്ന് പോലും ജനവികാരം തിരിച്ചടിയായ സാഹചര്യത്തിൽ ആ പരാജയ ഭീതി മറച്ചുവെക്കാനാണ് പ്രതിപക്ഷം ഇത്തരം നാടകങ്ങളൊക്കെ തന്നെ സഭയിൽ കാണിക്കുന്നതെന്ന് ഭരണപക്ഷം ആരോപിച്ചു.
ഒടുവിൽ മദ്യവിമുക്ത കേരളമെന്ന വാഗ്ദാനം നൽകി ജനങ്ങളെ പറ്റിച്ച പ്രതിപക്ഷം ധാർമ്മികതയുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു നിരാഹാര സമരം നടത്താൻ തയ്യാറാകണമെന്ന പരിഹാസത്തോടെയാണ് സഭയിലെ വാദപ്രതിവാദങ്ങൾക്ക് താൽക്കാലിക ശമനമുണ്ടായത്. സംവാദങ്ങളുടെയൊക്കെ തന്നെ നിലവാര തകർച്ചയെക്കുറിച്ചുള്ള ആശങ്കകളും ഈ സമ്മേളനത്തിൽ നിഴലിച്ചു നിന്നു. സഭയിലെ ഓരോ നിമിഷവും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും നിയമനിർമ്മാണങ്ങൾക്കുമായിട്ട് വിനിയോഗിക്കേണ്ടതാണെന്നിരിക്കെ പരസ്പരം ചെളിവാരിയെറിയുന്ന പ്രവണതയാണ് ഇരുപക്ഷത്തു നിന്നും ഉണ്ടായത്. ഭരണപക്ഷ മന്ത്രിമാർ മറുപടി നൽകുമ്പോൾ പ്രതിപക്ഷത്തെ മറ്റ് അംഗങ്ങൾ ഇടപെട്ട് അത് തടസ്സപ്പെടുത്തുന്നതും പരസ്പരം കഴിവുകേട് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നതും ജനാധിപത്യത്തിന്റെ അന്തസ്സിന് കോട്ടം വരുത്തുകയാണ്. മുൻകാല സഭാരേഖകൾ പരിശോധിച്ചാൽ പോലും ഇത്രയും വലിയ തോതിലുള്ള അച്ചടക്കമില്ലായ്മ നിയമസഭയിൽ ദൃശ്യമായിട്ടില്ലെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. മറുഭാഗത്ത് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണ നിലയിൽ നിൽക്കുന്ന പ്രതിപക്ഷ നേതൃത്വത്തിന്റെ നിലപാടുകളെ പ്രതിരോധത്തിലാക്കാനായിട്ട് ഭരണപക്ഷം ഈ സന്ദർഭം പരമാവധി പ്രയോജനപ്പെടുത്തി. സ്വന്തം മകളുടെയും മരുമകന്റെയും ബിസിനസ് ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വന്ന സാമ്പത്തിക ആരോപണങ്ങളിൽ നിന്നും ED അന്വേഷണത്തിൽ നിന്നുമൊക്കെ തന്നെ ശ്രദ്ധ തിരിക്കാനാണ് പ്രതിപക്ഷം സഭയിൽ ഇത്തരം ബഹളങ്ങൾക്ക് മുതിരുന്നതെന്നും ഭരണപക്ഷ അംഗങ്ങളൊക്കെ തന്നെ ആരോപിച്ചു. രാഷ്ട്രീയമായ ഈ പ്രതിസന്ധികളിൽ നിന്ന് തടിയൂരാൻ സഭാ ബഹിഷ്കരണം ഒരു എളുപ്പ വഴിയായിട്ട് പ്രതിപക്ഷം കാണുകയാണെന്നും വിമർശനമുണ്ടായി. തീർത്തും അക്രമാസക്തവും അവിവേകപൂർണമായിട്ടുള്ള ഇത്തരം നിലപാടുകൾ ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയക്കാരോടുള്ള വിശ്വാസ്യത കുറയ്ക്കാനായിട്ട് മാത്രമേ സഹായിക്കൂവെന്ന മുന്നറിയിപ്പോടെയാണ് സഭ പിരിഞ്ഞത് തന്നെ. രാഷ്ട്രീയമായ വാശിപ്പുറത്ത് ജനങ്ങളെ വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനപ്രതിനിധികൾക്ക് വരും ദിവസങ്ങളിൽ പൊതുസമൂഹത്തോട് മറുപടി പറയേണ്ടി വരും. എന്തായാലും വരും സഭാ സമ്മേളനങ്ങളിലെങ്കിലും ഇത്തരം ബഹിഷ്കരണ രാഷ്ട്രീയവും വ്യക്തിഹത്യകളും ഒഴിവാക്കി കൂടുതൽ ജനകീയമായിട്ടുള്ള ചർച്ചകൾക്ക് ഇരുവിഭാഗവും തയ്യാറാകുമോ എന്നാണ് കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. സത്യങ്ങൾ പറയുമ്പോൾ ഇത്ര അസഹിഷ്ണുത എന്താണ് സർ? ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ഒരു മറുപടിയും പറഞ്ഞില്ല സർ. ഞാനൊരു മറുപടിയും പറഞ്ഞില്ല. പറയൂ ശ്രീ ബാലഗോപാൽ, എന്താണ് സാർ? ഇല്ലാത്ത കാര്യം പറഞ്ഞു. രാവിലെ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചാണ് അക്കാര്യം പറഞ്ഞു. പക്ഷെ ഇതില്ലാത്ത കാര്യം എന്നെപ്പറ്റി ഒരു നേതാവ് പറഞ്ഞു എവിടോ എന്ന് പറഞ്ഞിട്ടാ. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പോകുന്നത് ശരിയല്ല. ഈ സഭയുടെ സമയം അതിനുപയോഗിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിരന്തരമായി ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതാണ് നിരന്തരമായ രീതിയാണ് സാർ. എല്ലാവർക്കും പറയേണ്ടതാണ്. എന്താ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഇവര് പറയുന്നത് കേട്ടോണ്ടിരിക്കേണ്ടത് അവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് കേട്ടോണ്ടിരിക്കണം. പ്രതിപക്ഷ നേതാവ് ദയവായിട്ട് ഒരു മിനിറ്റ്. ഇത് നേതമായ രീതികളിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ രീതിയിലാണ് പോകുന്നത്. നമ്മുടെ പാർലമെന്ററി നടപടിക്രമങ്ങളിൽ സാധാരണ സ്വീകരിക്കുന്ന എല്ലാ രീതികളും അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ പറയുകയാണ്. ചിലരെ പ്രത്യേകമായി പറഞ്ഞു വിടുകയാണോ എന്നൊരു ശങ്ക ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ തരത്തിൽ ആക്ഷേപിക്കാൻ വേണ്ടി. അപ്പൊ അതുമായി സഹകരിക്കാൻ ഞങ്ങൾ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ്. പാർട്ടി നേതാവ് ഇന്ന് CPM അല്ല എന്ന് ഞാൻ ഇപ്പോഴേ അറിയുന്നു സർ. അദ്ദേഹം ഇല്ലെന്ന് അറിയുന്ന ഇപ്പോഴാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് കടപ്പുറത്ത് കിടക്കുന്നവൻ, വിവരമില്ലാത്തവൻ എന്ന് പറഞ്ഞ്. അന്ന് ഞാൻ പ്രതീക്ഷിച്ചു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറയും അങ്ങനെ പറയരുത് എന്ന് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതെനിക്ക് തെറ്റുപറ്റിപ്പോയി സർ. ഇവിടുത്തെ വിഷയം എന്താണ്? അദ്ദേഹം നടത്തിയ പത്രസമ്മേളനങ്ങളിൽ വകുപ്പിനെ കുറിച്ച് പറഞ്ഞു. സർ, ആദ്യത്തെ 6 മരണങ്ങളുണ്ടായി സർ. ആനയുടെ അറ്റാക്കിൽ 6 മരണം ഈ കാലയളവിലുണ്ടായി. ആദ്യത്തേത് മേപ്പാടിയിലാണ് സർ ഉണ്ടായത്. കഴിഞ്ഞ ഗവൺമെന്റ് സമയത്ത് ചൂരൽമലയെ തുടർന്ന് നിലമ്പൂരേക്കുള്ള കോറിഡോർ പോയിട്ടുണ്ട്. അത് പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ മേപ്പാടി അടക്കമുള്ള പ്രദേശങ്ങളിൽ ആനയുടെ സാന്നിധ്യമുണ്ടാകും, അപകടമുണ്ടാകുമെന്ന റിപ്പോർട്ട് കൈവച്ചിട്ട് അനങ്ങായിരുന്നിട്ടാ പറയുന്നത് ഈ ഗവൺമെന്റിന്റെ കുഴപ്പം കൊണ്ടാണെന്ന്. സർ, അതിരമ്പള്ളിയിലെ പ്രശ്നം ഈ ഗവൺമെന്റ് പ്രത്യേക ഉത്തരവ് കൊടുത്തുകൊണ്ടാണ് സർ പൈനാപ്പിൾ കൃഷി ആരംഭിച്ചത്. 2021 വരെ ഒരു മരണം പോലും നടന്നിട്ടില്ലാത്ത അതിരമ്പള്ളിയിലാണ് അതിനുശേഷം നിരന്തരം മരണം ഉണ്ടായത്. ആരാണ് സർ ഉത്തരവാദി? സർ, ആർലം ഫാമുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ഹൈക്കോടതി പറഞ്ഞത് ഇറ്റ് ഇസ് എ ഗവർണൻസ് ഫെയിലിയർ.